أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഇന്ന് ആദ്യമായിട്ട് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ നസീഹത്ത് ക്ലാസ്സിൽ പങ്കെടുക്കുന്ന കുട്ടികളുണ്ടാവും. മുമ്പ് പഴയ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്തവരും ഉണ്ടാവും. പഴയ ക്ലാസ്സിൽ പങ്കെടുത്തവർക്കൊക്കെ എന്താണ് ഈ ക്ലാസ്സിൽ ഉണ്ടാവുക എന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. പുതിയ കുട്ടികൾക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഓക്കെ, ഇന്ന് ആദ്യമായിട്ട് ഞാൻ കുറച്ച് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഖുർആൻ? എന്താണ് ഖുർആൻ? കഴിഞ്ഞ ഒരുപാട് മീറ്റിങ്ങുകളിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്. മഹ്ഫൂസ് The recitation. Allah's മീനിങ് ആണ് അവൻ പറഞ്ഞത്. എന്താണ് ഖുർആൻ എന്നുള്ള വേർഡിന്റെ മീനിങ് ആണ് അവൻ പറഞ്ഞത്. വാട്ട് ഈസ് ഖുർആൻ? എന്താണ് ഖുർആൻ എന്നാണ് ചോദ്യം. എന്താണ് മീനിങ്? അള്ളാഹുവിന്റെ വചനങ്ങൾ. അള്ളാഹിന്റെ വചനങ്ങൾ, കലാമുള്ള. സിമ്പിൾ ആണ്. നമ്മൾ ചോദ്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് ഉത്തരം വലിയ എന്തോ ആണെന്നൊന്നും വിചാരിക്കേണ്ട. സിമ്പിളായിട്ട് ആൻസർ നിങ്ങൾക്ക് പറയാം. കലാമുള്ള അഥവാ അള്ളാഹുവിന്റെ വചനങ്ങളാണ് ഖുർആൻ എന്നാണ് ഉത്തരം. ഇനി അടുത്ത ചോദ്യം, എന്തിനാണ് ഖുർആൻ? എന്തിനാണ് ഖുർആൻ? ആരാ ഉത്തരം പറയാം? എന്താണ് ഖുർആൻ? അള്ളാഹിന്റെ വചനങ്ങളാണ്. ഖുർആന്റെ ഉദ്ദേശം എന്താണ്? ഇങ്ങനെ കൈ കാണിച്ചിട്ട് പറയാം. ഹാഷിർ പറഞ്ഞു നോക്ക്, ഖുർആൻ എന്തിനാണ്? എന്തിനാണ് ഹാഷിറെ ഖുർആൻ? ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഖുർആൻ ഇപ്പോ ഇങ്ങനെ ആലോചിക്കുകയാണ് അല്ലേ? ഖുർആൻ എന്തിനാണ് എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ എന്താണ് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ കലാമാണ്. ഓക്കെ, ഖുർആൻ എന്തിനാണ് വന്നത്? അവിടെ തെറ്റുകൾ കുറക്കാൻ വേണ്ടിട്ടാ. തെറ്റുകൾ കുറക്കാൻ വേണ്ടി. തെറ്റുകൾ കുറഞ്ഞോളും അല്ലേ? തെറ്റുകൾ കുറക്കുക എന്നുള്ളത് ഖുർആന്റെ ഉദ്ദേശം വളരെ സിമ്പിൾ ആണ്. അയാൻ അബ്ദുള്ള. അള്ളാഹുവിനെ ആരാധിക്കുന്നവരെ നേരാണ് വഴി. അത് തന്നെയാണ്, നേർവഴിക്ക് വേണ്ടി നടത്താൻ വേണ്ടി ഗൈഡാണ്. അത് ഹുദൻ ലിന്നാസ് ആണ്, ഹുദയാണ്, സന്മാർഗമാണ്. വളരെ സിമ്പിളായ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു, അതിന്റെ ഉത്തരവും പറഞ്ഞു. ചോദ്യം, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എന്താണ് ഖുർആൻ എന്നാണ്. ഖുർആൻ ഈസ് എ ഗൈഡ്, ഒരു ഗൈഡൻസ് ആണ്, നമുക്കൊരു മാർഗദർശനം, വഴിതെറ്റി പോവാതിരിക്കാനുള്ള വഴി കാണിക്കുന്ന ഗ്രന്ഥമാണ്. ഗൂഗിൾ മാപ്പ് എന്താന്ന് അറിയുന്നവര് അറിയോ? ഗൂഗിൾ മാപ്പ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉപയോഗിച്ചിട്ട് കാറിൽ ഡ്രൈവ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവർ കൈപോക്ക്. നിങ്ങളല്ല, വേറെ ആരെങ്കിലും ഒക്കെ ഉപയോഗിച്ച് ഇങ്ങനെ നിങ്ങൾ അത് നോക്കി മാപ്പ് നോക്കി ഇങ്ങനെ പോയവര്. ഇഷാൻ എവിടുന്ന് എങ്ങോട്ടാണ് മാപ്പ് നോക്കിയത് ഇഷാനെ? വയനാട്. വയനാട്ടിലേക്ക്. വയനാട് മാത്രല്ല, കൊറേ ഉണ്ട്. പെരിന്തൽമണ്ണൊക്കെ പോകുമ്പോ പല സ്ഥലങ്ങളിലും പോകുന്ന സമയത്ത് ഓക്കെ, അപ്പോൾ രണ്ട് ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു. ഖുർആൻ ഗൈഡൻസ് ആണെന്ന് പറഞ്ഞു,
നിങ്ങളൊക്കെ മാപ്പ് തീരെ ഉപയോഗിക്കാത്ത ആരെങ്കിലും ഉണ്ടോ അവിടെ ഉള്ളവര്? ഒന്ന് കൈ കാണിച്ചേ. ആ, കുറെ പേര് വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ ഓൺ ആക്കുക, എന്നാലേ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, മാപ്പ് എല്ലാവരും ഉപയോഗിച്ചവരാണ് അല്ലേ? അപ്പം ഒരാളുടെ യാത്രയിൽ ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് നമ്മൾ യാത്ര പോകുമ്പോൾ, അത് എന്ത് ടൂർ ആവട്ടെ, നിങ്ങൾ എങ്ങനെയൊക്കെയുള്ള യാത്രകൾ പോകുന്നുണ്ടാവും? ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ടാവും, റിലേറ്റീവ്സിന്റെ മാരേജ് ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ, അല്ലെങ്കിൽ മരിച്ച വീട്ടിൽ പോകുന്നുണ്ടാവും. പല പല ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു മാപ്പ് യൂസ് ചെയ്യുന്നത് ഒരു വഴി തെറ്റാതെ കൃത്യമായി എത്താനുള്ളൊരു ഗൈഡൻസ് നമ്മൾ കാണുന്നത് പോലെ അള്ളാഹു ആകാശം ഉണ്ടാക്കി, അല്ലെ, ഭൂമി ഉണ്ടാക്കി, ഈ കാണുന്ന പ്ലാനറ്റിലെല്ലാം അള്ളാഹ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഒരു ഗൈഡൻസ്, എങ്ങനെ ജീവിക്കണമെന്ന് വഴി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഇങ്ങനെ ഒരു ഗൈഡൻസ്, മാർഗദർശനം ഖുർആൻ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ രണ്ട് ചോദ്യങ്ങൾ പറഞ്ഞു, 2 ഉത്തരവും പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ആരോട് ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റില്ലേ? പറ്റൂലേ? അപ്പൊ ഞാൻ ഒന്നുകൂടി ചോദിക്കാണ്, വാട്ട് ഈസ് ഖുർആൻ? ഷഹസാദ് പറഞ്ഞേ. അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ അതൊന്നും പറയാൻ പറ്റൂല, ആൻസർ കറക്റ്റ് ആയിട്ട് പറയണം. അതിനാണ് ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുന്നത്. ആ, ഷയാൻ പറഞ്ഞേ, എന്താണ് ഖുർആൻ? അള്ളാഹുവിന്റെ വിധികൾ പാലിക്കാനും അപ്പൊ ഞാൻ ആരോടാ ക്ലാസ് എടുക്കുന്നത്? ഞാൻ നിങ്ങൾക്കല്ലേ ക്ലാസ് എടുക്കുന്നത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൻസറും ക്വസ്റ്റ്യനും ഒക്കെ ചോദിക്കണത്. അതോ 7 മിനിറ്റായി ക്ലാസ് തുടങ്ങിയിട്ട്. ഞാൻ ഒന്നുകൂടെ ക്ലാസ് എടുക്കുകയാണ്, വീണ്ടും മനസ്സിലാക്കാത്തവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 1, എന്താണ് ഖുർആൻ? ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ കലാം, അള്ളാഹുവിന്റെ വാക്കുകളാണ്, അള്ളാഹുവിന്റെ സംസാരമാണ്, അള്ളാഹിന്റെ കലാമാണ് ഖുർആൻ. ആൻസർ ആയില്ലേ? ക്വസ്റ്റ്യൻ 1 എന്താ? ക്വസ്റ്റ്യൻ 1 എന്താന്ന് പറഞ്ഞേ? വാട്ട് ഈസ് ഖുർആൻ? ഖുർആൻ ഈസ് അള്ളാഹ്സ് വേർഡ്സ്, അള്ളാഹ്സ് കലാം, അള്ളാഹിന്റെ വാക്കുകളാണ്. ഓക്കെ, എന്തിനാണ് ഖുർആൻ? എന്താണ് ഖുർആന്റെ പർപ്പസ്? എന്തിനാണ് ഖുർആൻ? ആൻസർ എയ്സ നേരത്തെ പറഞ്ഞതാണ്. വഴികാട്ടി. വഴികാട്ടിയാണ്, ഗൈഡൻസ്, അല്ലെ? ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്ക് വഴി കാണിക്കാനാണ്. ഇതെല്ലാവർക്കും മനസ്സിലായില്ലേ? ഇപ്പൊ അവിടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഇത് മനസ്സിലായില്ലേ? വാട്ട് ഈസ് ഖുർആൻ എന്നും എന്താണ് ഖുർആന്റെ ഉദ്ദേശം എന്നും മനസ്സിലായില്ലേ? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനസ്സിലായില്ലേ? ഇത് ഇനി മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപ്പൊക്കി ചോദിക്കും, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് അങ്ങനെ പറയുന്നവരുണ്ടെങ്കിലും പറ. നിങ്ങൾക്ക് മനസ്സിലായോ? ശരി, റിൻഷാദിനോട് ചോദ്യം, എന്താണ് ഖുർആൻ? ഞാൻ ഇപ്പൊ കേറിയിട്ടുള്ളൂ. ഞാനിപ്പോ കേറിട്ടേ ഉള്ളൂ, ഇത്രയും നേരം ഞാനില്ലാന്ന്. പക്ഷെ ഞാൻ ഇത്രയും നേരം ഇല്ലെങ്കിലും ആൻസർ പറയണ്ടേ? ഇതൊരു ആസ് എ മുസ്ലിം നമ്മൾ പറയേണ്ട ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ അല്ലേ? എന്താണ് ഖുർആൻ? ആരാ പറയാ? റസാൻ പറഞ്ഞു നോക്ക്. റസാൻ തുടക്കം മുതലേ ഉണ്ട് ഒരു തേങ്ങയായിട്ട്. അള്ളാന്റെ കലാം. ഓക്കെ, അള്ളാന്റെ കലാമാണ്. അപ്പൊ അത് കറക്റ്റ് ആണ്, അവന്റെ ആൻസർ കറക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഞാൻ ഒന്നുകൂടി ക്വസ്റ്റ്യൻ ചോദിക്കാം എല്ലാവരോടും, എന്താണ് ഖുർആൻ? ആൻസർ വെരി സിമ്പിൾ ആണ്, അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹിന്റെ സംസാരമാണ്. ഇവിടെ വന്നിട്ടുള്ള 23 പേരിൽ 22 പേരിൽ നല്ലൊരു ശതമാനം. എത്ര പേര് ആകെ വീഡിയോ ഓൺ ആക്കിയത്? 3, 4, 8, 16 പേര് വീഡിയോ ഓൺ ആക്കിയുള്ളൂ. ബാക്കിയുള്ളവർക്ക് വീഡിയോ ഓഫ് ചെയ്തിരിക്കും. എല്ലാവരും ഓൺ ആക്ക്. ഞാൻ പേര് വിളിക്കണ്ടല്ലോ, നിങ്ങൾ വീഡിയോ ഓൺ ആക്കുക, എന്നാലേ ഇതിൽ കാണുള്ളൂ, ഞാൻ കാണുള്ളൂ, നിങ്ങൾ എന്നെ കാണുള്ളൂ, വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നവർ. റൈറ്റ്. അപ്പോൾ 1 പറഞ്ഞു അള്ളാന്റെ കലാമാണ്. 2 എന്താ പറഞ്ഞത്? എന്തിനാണ് ഖുർആൻ? ഗൈഡൻസ്, മാർഗദർശനമാണ്. ഇത് 2 കാര്യമാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. റൈറ്റ്. ഓക്കെ, ഉപ്പ വീട്ടിലുള്ളവരൊക്കെ കൈപോക്ക്. നിങ്ങളുടെ ഉപ്പ വീട്ടിൽ ഇപ്പൊ ഉണ്ടെങ്കിൽ കൈപോക്ക്. ഉണ്ട്, ശരി. ഉപ്പനെ ഇന്ന് കണ്ടവര് കൈപോക്ക്. ഇന്ന് ഉപ്പാനെ കണ്ടവര്, ഇന്ന് ഉമ്മാനെ കണ്ടവര്, ഇന്ന് ഉപ്പാനെയും ഉമ്മാനെയും കണ്ടവര് 2 കൈ ഇങ്ങനെ പൊക്ക്. ഉമ്മയും ഉപ്പയും 2 കൈയും, ഉമ്മാനെയും ഉപ്പാനെയും കണ്ടവര്. ശരി, ഡൗൺ. ഏതെങ്കിലും ഒരു ദിവസം ഉപ്പാനെയും ഉമ്മാനെയും കാണാത്ത ഒരു 24 hours നിങ്ങൾ ജീവിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കൈപോക്ക്. ഓക്കെ, ഐസ എന്നാണ്?
ഉമ്മ ഡൽഹി പോയ സമയത്ത് അപ്പൊ ഉപ്പയോ? ഉപ്പ ദുബായിലായിരുന്നു. അപ്പൊ ദുബായിലാണ്, ഉമ്മ ഡൽഹിയിലും പോയി. അപ്പൊ ഉമ്മയും ഉപ്പയും ഇല്ലാതെ ഒറ്റക്ക് ജീവിച്ചു എയ്സ. അങ്ങനെ വേറെ ആരെങ്കിലും ഉണ്ടോ? മിൻഷ ഉണ്ടാ? ഡെലിവറി ടൈമില് ഹോസ്പിറ്റലായ സമയത്ത് അതൊക്കെ ഡെലിവറി ടൈമില് ഒരു ദിവസം മാറി നിന്നത് അല്ലേ? സൽമാന് എന്തോ എനിക്ക് ഒരു ദിവസം ഹോസ്പിറ്റലിൽ എന്തോ കുഴപ്പമുണ്ടായിരുന്നു. അപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോ ഇല്ല ഇല്ലായിരുന്നു 2-3 ദിവസം. ഉമ്മയും ഉപ്പയും ഇല്ലാതെ നിൽക്കേണ്ടി വന്നു അല്ലേ? അയാന് ഹോസ്റ്റലിൽ പഠിക്കുമ്പോ ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് ഉമ്മയും ഉപ്പയും ഹോസ്റ്റലിൽ വന്ന് നിൽക്കൂലല്ലോ. നിങ്ങളെ കൂടെ ഹോസ്റ്റലിൽ വന്ന് നിൽക്കാൻ പാരന്റ്സിന് പറ്റുമോ അല്ലേ? അതൊക്കെ. പിന്നെ ഇഷാന് എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. എന്നിട്ടോ? അപ്പൊ ഉമ്മയും ഉപ്പയും ഇല്ലായിരുന്നോ ഹോസ്പിറ്റലിൽ? ഓപ്പറേഷൻ സമയത്ത് ഓപ്പറേഷൻ സമയത്ത് പിന്നെ തിയേറ്ററിന്റെ ഉള്ളിൽ ഉമ്മയും കയറി വരാൻ പറ്റില്ല. അത് കല്യാണമല്ലല്ലോ. ഡോക്ടേഴ്സ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ അല്ലേ? ഓക്കെ, അതൊക്കെ. അപ്പോ അതൊക്കെ. ഇനി ഒരു 1 മന്ത് വിട്ട് നിന്നവരുണ്ടോ? ഹോസ്റ്റലിന്റെ കേസ് പറയണ്ട കേട്ടോ. ഹോസ്റ്റലിൽ പിന്നെ അത് അങ്ങനെ നടക്കുള്ളൂ. ഹോസ്റ്റലിൽ ഇല്ലാതെ 1 മാസം പാരന്റ്സ് ഇല്ലാതെ നിന്നവരുണ്ടോ? ആരുമില്ല. 1 മന്ത് ഉമ്മാനി പനി കാണാതെ ആരുമില്ല. ശരി. ആര്? റിൻഷാദോ? എവിടുന്നായിരുന്നു? എന്താ പ്രശ്നം? ക്യാമ്പിന് പോയപ്പോ 1 മന്ത് ക്യാമ്പോ? എവിടെ? ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ 1 മന്ത് ക്യാമ്പിൽ പാരന്റ്സിനെ ഒന്നും കാണാതെ 1 മന്ത് നിന്നു. ആ 1 മന്ത് കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു ഫീലിംഗ് റിൻഷാദെ? ഉമ്മാനിപ്പാനെ ഒന്ന് കണ്ടാൽ മതി എന്നായോ ലാസ്റ്റ് ടൈമിൽ? വീട്ടിലൊന്ന് എത്തിയാൽ മതി അല്ലേ? ഫീൽ ചെയ്തിരുന്നോ ആ ക്യാമ്പിൽ വെച്ചിട്ട് ഉമ്മാനെ കാണാത്ത മിസ് ചെയ്തിരുന്നോ? അങ്ങനെ ആലോചിക്കൂ രാത്രിയൊക്കെ അല്ലേ? ഹോസ്റ്റലിൽ ആദ്യമായിട്ട് പോയിട്ട് ജോയിൻ ചെയ്ത ആളുകൾ ഇതിലുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. ഹോസ്റ്റലിൽ പോയി നിന്നവരുണ്ടോ? ഹോസ്റ്റലിൽ നിന്നവരുണ്ടേ കൈബുക്ക്. ഹോസ്റ്റലിൽ അയാൻ അബ്ദുള്ള ഉണ്ടാ? ഉണ്ടോ? കരഞ്ഞില്ലേ? കരഞ്ഞിട്ടില്ലേ? രാത്രി ആരും കാണാതെ പുതപ്പിന്റെ ഉള്ളിൽ നിന്ന് കരഞ്ഞിട്ടില്ലേ? കരയും അല്ലേ? ഉമ്മാന്റെ ഉപ്പാന്റെ വില മനസ്സിലാണെങ്കിൽ അവരങ്ങ് ഇല്ലാതെ ആവുമ്പേ മനസ്സിലാവുള്ളൂ അല്ലേ? ഉമ്മാന്റെ ഉപ്പാന്റെ വില മനസ്സിലാവണേല് എന്താ ഹസൻ എന്താ കൈപ്പൊക്കെ? പറ. അമീന് നിൽക്കണേ. അമീൻ നിന്നിട്ട് നീ എന്തിനാ കൈവെക്കുന്നത്? അത് അമീനല്ലേ പറയണ്ടേ? ഓക്കെ. അപ്പൊ അത് അങ്ങനെ ഉമ്മയും ഉപ്പയും ഇല്ലാതെ വരുമ്പോ നമ്മൾ കരയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ അപ്പൊ ഉമ്മ ഉപ്പ ഇല്ലാത്തവർക്കാണ് അത് മനസ്സിലാവുക അല്ലേ? ഓക്കെ. ഹോസ്റ്റലിൽ പോയി നിൽക്കാൻ ഇഷ്ടമുള്ളവരുണ്ടോ ആരെങ്കിലും? കൈപ്പൊക്കെ. ഹോസ്റ്റലിൽ പോയി നിന്നവര് പറയില്ല അല്ലെ? ഹോസ്റ്റലിൽ പോയി നിൽക്കണമെന്ന് അല്ലേ? അത് ഒരു ദിവസം ഒന്നും കുഴപ്പമുണ്ടാവില്ല അല്ലേ? നിങ്ങളുടെ വീട്ടിൽ തന്നെ എത്ര കുട്ടികളുണ്ട്? വിരലുകൊണ്ട് ഇങ്ങനെ കാണിച്ചേ വീട്ടിൽ എത്ര മക്കളുണ്ടെന്ന്. 2, 3 ഒക്കെ ഇല്ലേ? ഇത്രയും പേർക്ക് ഫുഡ് ഉണ്ടാക്കാനും അവരെ കാര്യങ്ങൾ കെയർ ചെയ്യാൻ തന്നെ പാരന്റ്സിന് പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാ ഹോസ്റ്റലിൽ എത്തി 10-50 കുട്ടികൾ ഉണ്ടാവുമ്പോൾ അവരെ മാനേജ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വീട് വിട്ട് ഉമ്മയും ഉപ്പയൊക്കെ ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് പാരന്റ്സിനെ വില മനസ്സിലാവുക. കണ്ണിപ്പില്ലേ? കണ്ണുണ്ടോ നിങ്ങൾക്ക്? കണ്ണുള്ളവരൊക്കെ കൈപൊക്ക്. കണ്ണുമില്ലേ? കണ്ണുള്ളവര് കൈപൊക്ക്. ശരി. ഇനി ആ കണ്ണ് രണ്ടൊന്ന് അടച്ചു പിടിച്ചേ. ക്ലോസ് യുവർ ഐസ്. അടച്ചാ? ഇപ്പൊ ലൈറ്റ് കാണുന്നുണ്ടോ? കൈ കൊണ്ട് ഇങ്ങനെ ആക്കി നോക്ക്. ലൈറ്റ് കാണുന്നുണ്ടോ? കൈ ഇങ്ങനെ മൂവ് ചെയ്യുന്ന കാണുന്നില്ലേ? കാണുന്നില്ലേ? കണ്ണടച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ണ് കാണുന്നില്ല. ഒരു ഷെയ്ഡ് ഇങ്ങനെ പോകുന്ന കാണുന്നില്ലേ? കാണുന്നുണ്ട്. ആ ഷെയ്ഡ് ഇല്ലാത്ത അത്രയും നന്നായി മുറുക്കി അടച്ച് നോക്ക് കണ്ണ് കാണാത്ത പോലെ. ഇതാണ് കണ്ണില്ലാത്ത ആളുകളുടെ അവസ്ഥ. ഇപ്പൊ മനസ്സിലായില്ലേ? നോമ്പിന് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ കുറച്ച് വിശപ്പ് മനസ്സിലാവും. അതാണ് പട്ടിണി കിടക്കുന്ന ആളുകളുടെ അവസ്ഥ. അതുപോലെ കണ്ണില്ലാതെ ആകുമ്പോൾ കണ്ണിന്റെ വില മനസ്സിലാവും എന്ന് പഴഞ്ചൊല്ല് പറയലുണ്ട്. ഉമ്മയും ഉപ്പയും ഇല്ലാതെ ആകുമ്പോഴാണ് ഉമ്മയുടെ ഉപ്പയും ഇല്ല എന്നതിന്റെ പ്രയാസം നമുക്ക് മനസ്സിലാവുക. ഓക്കെ. ഉമ്മാ നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് ഉമ്മയെന്ന് വിചാരിച്ചോ, ലെഫ്റ്റ് ഹാൻഡ് ഉപ്പയെന്ന് വിചാരിച്ചില്ലേ? റൈറ്റ് ലെഫ്റ്റ്. അപ്പം റൈറ്റ് ഹാൻഡ് ഉമ്മാന് ഇഷ്ടമുള്ളവരൊക്കെ റൈറ്റ് ഹാൻഡ് ഇങ്ങനെ കൈ കാണിച്ചേ. ശരി.
ഉപ്പാന് ഇഷ്ടമുള്ളവര് ലെഫ്റ്റ് ഹാൻഡ്, ഉമ്മാനും ഉപ്പാനും ഇഷ്ടമുള്ളവര് റൈറ്റും ലെഫ്റ്റും. എല്ലാവർക്കും ഇഷ്ടമുണ്ട്. ശരി, ഒരാ ഡൗൺ ഡൗൺ ഡൗൺ. ഉമ്മാനെ വെറുപ്പിക്കാത്തവര് കൈപൊക്ക്. പാരൻസിനെ വെറുപ്പിക്കാത്ത മക്കൾ. വെറുപ്പിക്കാരനെ എല്ലാവർക്കും മനസ്സിലാവില്ല, അവിടെ ഞാൻ പറഞ്ഞുതരാം. ഇടങ്ങേറാക്കുക, ബുദ്ധിമുട്ടുണ്ടാക്കുക, അല്ലേ? ഒരു ദിവസം ഒരു വെജിറ്റബിൾ കറി ആണെങ്കിൽ ഇന്ന് ചിക്കൻ ഇല്ലേ, ഇന്ന് ബീഫ് ഇല്ലേ, മട്ടൺ ഇല്ലേ, അതില്ലേ ഇതില്ലേ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ കഷ്ടപ്പെടുത്തുക. ഉണ്ടാക്കി തരുന്ന ഭക്ഷണം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയാലും പോരാ, ഇവനിത് തിന്നില്ല, അല്ലേ? അങ്ങനെയുള്ള മക്കളുണ്ട്. നിസ്സാര കാര്യത്തിൽ വരെ, അല്ലേ? VVIP മക്കൾസ് എന്നതിന് പറയാം. VVIP അല്ല, VVIP ആണ്. അവരൊക്കെ പോറ്റി ഉണ്ടാക്കാനുള്ള പാട് ചില്ലറയൊന്നുമല്ല. ഭയങ്കരമായ പ്രശ്നങ്ങളാണ്. ദിവസവും പ്രശ്നങ്ങൾ. ഇന്നും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇന്ന് പ്രശ്നം ഉണ്ടാക്കിയവരൊക്കെ കൈപൊക്ക്. പാരൻസുമായിട്ട് ഫൈറ്റ് ഉണ്ടാക്കിയവര്, ഫൈറ്റ് നാവോണ്ടേ കച്ചറ ഉണ്ടാക്കിയവര്. ഓക്കെ, ഷെഹസാദ് എന്തിനാ കച്ചറ ഉണ്ടാക്കിയത്? കളി കഴിഞ്ഞ് വന്നിട്ട് ചായ ഉണ്ടാക്കിയിട്ടില്ല. ആ, കളി കഴിഞ്ഞിട്ട്. കളി എന്ന് പറഞ്ഞാൽ മരണ കളിയാ. ഫുട്ബോൾ അല്ലേ? ആ, ഫുട്ബോൾ എന്ന് പറഞ്ഞാല് ഓടല്ലേ, ബോളിന്റെ പിന്നാലെ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഓടുന്നു, ഓടി 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 ടയേർഡായിട്ട്, അല്ലേ? കഴിഞ്ഞ് വീട്ടിലെത്തി നോക്കുമ്പോ ചായ ഇല്ല, അല്ലേ ഷെഹസാദെ? അപ്പൊ നീ എന്താ പറഞ്ഞത്? ഉമ്മ ഒരു ഗ്ലാസ് ചായ ചായ തരൂ. എന്താ പറഞ്ഞേ? എന്നാക്കിന്ന് ചായ വേണ്ടാന്ന്. അത് ദേഷ്യം പിടിച്ച് പറഞ്ഞതാ? ആ, ദേഷ്യം പിടിച്ച് ചിലർ അങ്ങനെ പറയും, ചിലര് ചൂടായിട്ട് പറയും. ചായ ഉണ്ടാക്കിയില്ല അമ്മ? ഇല്ല, നയിക്കുന്നു വേണ്ട. അതൊരു ഉടക്കിയ വർത്താനല്ലേ, ഒരു കൊളത്തിട്ടുള്ള വർത്താനാ പറഞ്ഞത്, അല്ലേ? അപ്പൊ ഉമ്മക്കത് ഫീലാവും. കാരണം ചായ ഉണ്ടാക്കിയ ഒന്നെങ്കിൽ കിടക്കുകയെ പല പല വേദനകളൊക്കെ ആയിട്ട്, ഉമ്മമാരെ അസുഖങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്നവരുണ്ടാവും, പല പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതൊന്നും മക്കൾക്ക് അറിയണ്ടല്ലോ. ഓന് കളി കഴിഞ്ഞ് വന്നിട്ട് ഓന് ചായ കിട്ടിയാൽ മതി, അല്ലേ? 4 നേരം ഇങ്ങനെ തിന്നാൻ കിട്ടിയാൽ മതി, അല്ലേ? വേറെ കാര്യമൊന്നും അറിയണ്ട, അല്ലേ? ഓക്കെ, എന്തായാലും അങ്ങനെ. അപ്പൊ അത് എല്ലാ വീട്ടിലും നടക്കുന്നതാണ്, അല്ലേ? ഇന്ന് ഫൈറ്റ് ഉണ്ടാക്കിയവര്, ഇഷാൻ എന്തിനാ ഫൈറ്റ്? അവൻ്റെ തിന്നട്ടെ. ആ, ഇപ്പോഴും തിന്നോണ്ട് ഈ മീറ്റിങ്ങിലും തിന്നോണ്ടിരിക്കാണ്, അല്ലേ? അതിനൊരു റെസ്റ്റ് കൊടുക്കണ്ടേ വായക്ക്? മീറ്റിങ്ങിലൊന്നും വന്ന് തിന്നരുതടാ, അതൊക്കെ ഒരു മോശമാണ്. കുട്ടികളും അതും ലൈവിലല്ലേ. ഇന്ന് ഫൈറ്റ് ഉണ്ടാക്കിയവര്, ഹാഷിർ അൺമ്യൂട്ട് ചെയ്യ്. ഇന്ന് ഞാന് സാധനങ്ങൾ പരത്തിയിട്ട്. എന്തിനാണ് സാധനങ്ങൾ പരത്തി. നീ പരത്തി എല്ലാം അലങ്കോലാക്കുക എന്നുള്ളതാണ് ചില കുട്ടികളുടെ പരിപാടി, അല്ലേ? എല്ലാം പിന്നെ ഡിസോർഡർ ആക്കുക എന്നുള്ളതൊക്കെയാണ്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് മിക്കവാറും വീട്ടിലൊക്കെ ഒരു ദിവസം ഒരു ഫൈറ്റ് എങ്കിലും ഉമ്മമാരുമായിട്ടുണ്ടാവും. പക്ഷെ ഫൈറ്റ് ഉണ്ടാക്കാത്ത മക്കളും ഉണ്ട് കേട്ടോ, ഫൈറ്റ് ഉണ്ടാക്കാത്ത മക്കളും ഉണ്ട്. ഇനി ഒരു കാര്യം ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഉമ്മാനെയും ഉപ്പാനെയും നമ്മൾ ഒരു ഒരു 1 ഇയറിന് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്താക്കുകയാണെന്ന് വിചാരിച്ചോ? പുറത്താക്കല്ല, അവര് ഒരു 1 ഇയർ എങ്ങോട്ടോ പോവാന്ന് അങ്ങനെ വിചാരിച്ചോ? നിങ്ങൾ എല്ലാവരും വിചാരിച്ചോ? ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ പ്രശ്നം പറഞ്ഞോ? നമുക്ക് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് വരാൻ പോകുന്നത്? ഉമ്മയും ഒരു ദിവസം രാവിലെ എണീറ്റിട്ട് പറഞ്ഞേ, മക്കളെ എല്ലാവരും ഇങ്ങോട്ട് വരി, ഞങ്ങൾ രണ്ടാളും ഒന്ന് ഒരു ടൂറ് പോവാണ്. ഒരു കൊല്ലം കഴിഞ്ഞ് പോവാം. ഓസ്ട്രേലിയയിലോ UK-ലോ അമേരിക്കയിലോ ഇവിടെ കറങ്ങാൻ പോവാണ്. ഒരു 1 ഇയർ കഴിഞ്ഞേ വരുള്ളൂ. മക്കൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളൊക്കെ ഒന്ന് ജീവിക്ക്, ഞങ്ങളിനി നോക്കണ്ട. ഞങ്ങൾ കുറേ ആയി നിങ്ങളെ സഹിക്കണ്, ഞങ്ങൾക്ക് പറ്റാത്തോണ്ട് ഞങ്ങളൊന്ന് ജീവിതം ഒന്ന് അടിച്ച് പൊളിക്കട്ടെ എന്ന് പറഞ്ഞ് അവരങ്ങ് പോയി എന്ന് വിചാരിക്കുക. എന്താ പിറ്റേന്ന് മുതൽ നമുക്ക് സംഭവിക്കുക പറഞ്ഞോ? നമ്പർ 1, ഇഷാൻ. ഫുഡിനൊക്കെ പ്രശ്നമാവും. ഓന്റെ മെയിൻ തന്നെ ഫുഡ് തന്നെയാണല്ലോ. തിന്നാൻ കിട്ടൂല എന്നുള്ളതാണ് ഇഷാന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, അതൊക്കെ. പിന്നെന്താ ഈസ പ്രശ്നം? എയ്സ എയ്സ പറ. എന്റെ കൂടെ കളിക്കാൻ പാരന്റ്സ് ആണോ നിന്റെ കൂടെ കളിക്കുക? പാരന്റ്സ് ആണോ കളിക്കുക? അതെയോ? പാരന്റ്സ് കളിക്കുന്ന പാരന്റ്സ് ഒക്കെ ഉണ്ടല്ലേ? ഓക്കെ, ഓക്കിപ്പോ അതാ പ്രശ്നം. ഓളപ്പോ വീട്ടിന്റെ അടുത്തൊന്നും ഫ്രണ്ട്സ് ഒന്നും ഇല്ല, പാരന്റ്സ് പോയാലും ഓള ഒറ്റക്കായി പോകുന്നുള്ളതാണ്. അയാൻ എന്താ പ്രശ്നം? സ്നേഹം കിട്ടൂല. അതിപ്പം ഏതെങ്കിലും മീൻ പീടികയിലോ അല്ലെങ്കിൽ മസാലക്കടയിലോ പോയിട്ട് വാങ്ങാൻ പറ്റിയ സാധനമല്ലല്ലോ ഈ സ്നേഹം, അല്ലേ? അല്ലെ 2 ബംഗാളികൾ അറേഞ്ച് ചെയ്താലോ അയാനെ? സ്നേഹത്തിന് വേണ്ടിയിട്ട് അതും പറ്റില്ല, പാരന്റ്സ് തന്നെ വേണം, അല്ലേ? ഓക്കെ, പിന്നെന്താ പ്രശ്നം?
സൽമാൻ വേറെന്താ പ്രശ്നമുണ്ടോ പാരന്റ്സ് പോയാല് ഫുഡും സ്നേഹവും അല്ലാതെ? ലോൺലി ആയിട്ട് ഫീൽ ചെയ്യും. ആ ഒരു ഒറ്റപ്പെടൽ ഉണ്ടാവും, ഒരു ലോൺലിനെസ് അല്ലേ, ഒരു ഒറ്റപ്പെടൽ. നമ്മളൊരു ഒറ്റയായി പോയ പോലെ, നമുക്കൊരു കെയർ ഇല്ലാതെ. കള്ളം വരുമോ രാത്രി? രാത്രി നല്ല പേടിയുള്ള പേടിത്തൊണ്ടന്മാരും പേടിച്ചികളും ഒക്കെ ഉണ്ട് ഇതില് അല്ലേ. അവർക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. പാരന്റ്സ് ഇല്ലാതെ ഉറങ്ങാത്തവരൊക്കെ ഉണ്ട് അല്ലേ. പാരന്റ്സ് അപ്പുറത്തില്ലാതെ ഉറങ്ങാത്തവർ മാത്രമല്ല, ടോയ്ലറ്റ് പോണവരെ പാരന്റ്സ് പുറത്ത് കാവൽ നിന്നാലേ പോവുള്ളൂ, അത്രയ്ക്ക് പേടിയുള്ളവരൊക്കെ ഉണ്ട് അല്ലേ. അവരൊക്കെ എങ്ങനെയാണ് ഒരു കൊല്ലത്തേക്ക് പാരന്റ്സ് ടൂർ പോയാൽ പേടി ഒരു പ്രശ്നമാണ്. ചിലർക്ക് ഭയങ്കര പേടിയാണ് അല്ലെ, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പേടിയാണ്. ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നവരും ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ കഥ പറയാണ്. നമ്മൾ ഇമാജിൻ ചെയ്യാണ്, ജസ്റ്റ് നിങ്ങളുടെ പാരന്റ്സ് പോയി എന്ന് വിചാരിക്കാം. പാരന്റ്സ് പോയി എന്ന് വിചാരിക്കാം. ഓക്കെ, മാത്രമല്ല നല്ല പാരന്റ്സ് ആണ്, വെറുതെ പോയതല്ല. അവർ നിങ്ങൾക്ക് ഹോട്ടലിൽ നിന്ന് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടാണ് പോയത്. നാട്ടിലുള്ള 1-2 ഹോട്ടൽസിനോട് പറഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന ഹോട്ടലിൽ നിന്ന്, ലഞ്ച് ഇന്ന ഹോട്ടലിൽ നിന്ന്, രാത്രി ഇന്ന ഹോട്ടലിൽ നിന്ന്, കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല ഫുഡുകൾ അല്ലേ, ചിക്കനോ മട്ടനോ ഷവർമയോ ഷവായയോ പൊറോട്ടയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തുകൊണ്ട് നിങ്ങൾ വിളിച്ചു പറഞ്ഞേ, ഫോൺ ചെയ്താൽ ഫുഡ് വീട്ടിലേക്ക് എത്തും. ഹോം ഡെലിവറി ഫുഡിന്റെ കാര്യം സോൾവ് ആയല്ലോ, ശരിയല്ലേ? ബാക്കി പിന്നെ എന്താ പ്രശ്നം വന്നത്? പേടിയല്ലേ. പേടിക്ക് 1-2 ആളെ നിർത്തിയെന്നും വിചാരിച്ചു, വേറെ ആരെങ്കിലും ഒക്കെ വീട്ടിൽ നിങ്ങളുടെ പാരന്റ്സിന് പകരം വേറെ ആരെങ്കിലും ഒക്കെ നിർത്തിയെന്ന് വിചാരിച്ചു, അവരെപ്പോഴെങ്കിലും രാത്രി എന്ന് വെച്ചാൽ അവർ പോയി എന്ന് തന്നെ വിചാരിച്ചോ. 1 മന്ത് കഴിഞ്ഞു, 2 മന്ത് കഴിഞ്ഞു, 3 മന്ത് കഴിഞ്ഞു. പോകുമ്പോൾ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പാരന്റ്സ് പോയത്. നിങ്ങളോട് എന്തൊക്കെയാ പറയാ പോകുമ്പോ? അങ്ങനെ പോകുമ്പോ എന്തൊക്കെയാ പറയാ എന്ന് പറഞ്ഞേ, പറ. ഹംദാൻ. പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? നമ്പർ 1 അതാ പറയാ. ജൂണിൽ സ്കൂള് തുറക്കുകയാണ്, ക്ലാസ് ചേഞ്ച് ആവുകയാണ്, പിന്നാലെ പഠിച്ചോ ഹോംവർക്ക് ചെയ്തോ എന്ന് പറയാനൊന്നും ആരും ഇല്ല. സ്വന്തമായിട്ട് ഇരുന്ന് പഠിച്ചോളണം, മാർക്ക് കിട്ടണം. ഞാൻ ലാസ്റ്റ് ഇയർ എൻഡിൽ വരുമ്പോൾ മാർക്കില്ലെങ്കിൽ ഒരു കൊല്ലത്തടി ഒന്നിച്ചിനോട് കിട്ടും, അതുകൊണ്ട് പഠിച്ചിട്ട് എന്നും പഠിക്കണം എന്നൊക്കെ പറഞ്ഞ അവര് യാത്ര പോയത്. റൈറ്റ്? ഓക്കെ, പിന്നെന്താ പറയാ പാരന്റ്സ്? അടി ഉണ്ടാക്കലേ. മക്കള് തമ്മിൽ തല്ലുണ്ടാക്കാൻ ഇവിടെ പിടിച്ചു വെക്കാനൊന്നും ആരും ഉണ്ടാവില്ല. ദിവസവും തല്ല് കൂടുന്നവരാണ് സിബിലിങ്സ്, അനിയനും അനിയത്തിയും ഡേഷനും വീട്ടിൽ നിന്ന് അടിപിടി കൂടുന്നവരാണ്. അവർ പറയാ നിങ്ങൾ അടി കൂടരുത്, ഫൈറ്റ് ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു. പിന്നെന്താ പറയാ ഈമാൻ? വീട് ക്ലീൻ ആക്കാൻ വീട്, അത് പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ചിലരൊക്കെ ടോയ്ലറ്റിൽ കയറിയാൽ പിന്നെ ആർക്കും അങ്ങോട്ട് കയറാൻ പറ്റൂല, കാട്ടാന കരിമ്പ് തോട്ടത്തിൽ കയറിയ പോലെ ആക്കി വെച്ചിട്ടുണ്ടാവും അല്ലെ. സ്മെല്ലോണ്ട് ഇത് ക്ലീൻ ആക്കൂല. അത്തൊഹൂറു ഷത്തുറുൽ ഈമാൻ എന്നൊക്കെ മദ്രസയിൽ നിന്ന് പഠിച്ചെന്നല്ലാതെ ജീവിതത്തിൽ ഉണ്ടാവില്ല. വൃത്തി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. നഖമൊക്കെ കണ്ടാൽ നീണ്ടു കിടക്കണ്ടാവും, ചളിയൊക്കെ ആയിട്ട്. ഇപ്പൊ നിങ്ങളുടെ കൈ തന്നെ നോക്ക്, ഇങ്ങനെ വിരലെടുത്ത് നോക്കി, ചളി വിളി അല്ലേ. കുളിച്ചിട്ടുണ്ടാവില്ല. ഇന്ന് കുളിക്കാത്തവരൊക്കെ കൈപൊക്കി. ചില കുട്ടികൾ പറയും, ഇനി എന്തിനാ കുളിക്കണേ, വെക്കേഷൻ അല്ലേ, 2 മാസം കഴിഞ്ഞിട്ട് കുളിച്ചാൽ പോരെ, സ്കൂളില്ലല്ലോ എന്നൊക്കെ പറയും അല്ലെ. അതൊന്നും അല്ല, ഡെയിലി കുളിക്കണം അല്ലെ. അത്തുഹുറു ഷത്തുറുൽ ഈമാൻ. അപ്പോൾ കുളിക്കുക, വൃത്തി ഉണ്ടാവുക. നിങ്ങളെ വൃത്തി മാത്രമല്ല, ബാത്റൂം വൃത്തിയാക്കുക. ബാത്റൂം കയറിയിട്ട് ഇറങ്ങിയാൽ പോരാ, അത് വേറൊരാൾക്ക് അങ്ങോട്ട് കയറാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ട് വേണം തിരിച്ചിറങ്ങാൻ അല്ലെ. ഇതുപോലെ തന്നെ എല്ലാം. ബെഡ്ഷീറ്റ് വിരിക്കുന്നവർ കൈപോക്കി. ബെഡ്ഷീറ്റ് വിരിക്കുന്നവർ ബെഡ്ഷീറ്റ് മടക്കി വെക്കുന്നവർ, വിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. മടക്കി വെക്കുന്നവർ രാവിലെ എണീറ്റാൽ ആദ്യം കിടന്ന പുതപ്പും വിരിപ്പും മടക്കി വെക്കുന്ന ശീലമുള്ളവർ കൈപോക്ക്. ഞാൻ ആ ശീലമുള്ള ആളാണ്. എൻ്റെ ബെഡ്ഷീറ്റും ബെഡ്പും ഒക്കെ ഞാൻ തന്നെ മടക്കി. രാവിലെ എണീറ്റ ഉടനെ ആദ്യം ചെയ്യേണ്ട പണി അതാ അല്ലേ. അത് ചെയ്യാറുണ്ടോ? മാഷാ അല്ലാ, നല്ല മക്കള്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പാരന്റ്സ് പറയും, അടിച്ചു വാരണം, ക്ലീൻ ആക്കണം. ഒരു വീട് ഭരിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയൊന്നുമല്ല. പാരന്റ്സ് ചെയ്യുന്ന എത്ര വലിയ കാര്യമാണ് പാരന്റ്സ് ചെയ്യുന്നത്. അങ്ങനെ ക്ലീൻ ആക്കി ഒരു വർഷം കൊണ്ട് നടന്നു. ഓക്കെ, നിങ്ങളില് 2 പേരില്ലേ, 2 പേര് പിന്നെ 2 ടീമായിട്ട് നമ്മൾ പറയാം, എ ടീം ബി ടീം. എ ടീമിലെ കുട്ടികൾ വിചാരിച്ചു, ഡാഡി മമ്മി വീട്ടിലില്ല അല്ലെ, ഇനി ഒരു കൊല്ലം അടിച്ച് പൊളിക്കാം. എ ടീം എന്ത് ചെയ്തു? അവര് സ്കൂളിലൊക്കെ പോവാതെ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡും കിട്ടുന്ന നോക്കി ഫുൾ ടൈം ഗെയിമും കളിച്ച് ടിവിയും കണ്ട് എല്ലാം കഴിഞ്ഞ് ഒരു കൊല്ലം അടിച്ച് പൊളിച്ചു. ബി ടീം എന്ത് ചെയ്ത്? പാരന്റ്സ് കാണുന്നില്ലെങ്കിലും പാരന്റ്സ് ഇല്ലെങ്കിലും നമ്മുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയി എന്ന് വിചാരിച്ചു. പാരന്റ്സ് നിങ്ങളുടെ വീട്ടിൽ ഒരു ചെറിയ CCTV വെച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചോ. നിങ്ങൾ കാണാതെ വീഡിയോ എല്ലാ റൂമിലും ഒക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ ഓരോ കാര്യങ്ങളും അറിയുന്നുണ്ട്, അയൽവാസികളോടൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എങ്കിലോ എന്താ സംഭവിക്കുക?
അവര് അവിടുത്തെ കാര്യങ്ങൾ മൊത്തം അറിയും. അവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നുണ്ട്. റൈറ്റ്? അപ്പോൾ പാരൻസ് നിങ്ങൾക്ക് വേണ്ടി ഫുഡ് ഓർഡർ ചെയ്യുന്നു, നിങ്ങൾക്ക് വീടുണ്ടാക്കി തരുന്നു, ആ വീട്ടിൽ ഫുഡ് ഓർഡർ ചെയ്യണ്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യണ്. എന്നിട്ട് ആ പാരൻസിനെ അനുസരണയില്ലാത്ത മക്കളെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? 4 നേരം തിന്നാനുള്ള ഭക്ഷണം തന്ന് തീറ്റിപ്പോറ്റി ഉണ്ടാക്കിയിട്ട് ആ പേരൻസിന് അനുസരണമില്ലാത്ത മക്കളെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അഷ്ഫാക്ക് എന്താ ചെയ്യേണ്ട അവരെ? അടിച്ചു കൊല്ലണം. ഞാൻ കൊന്ന കുറ്റത്തിന് പിന്നെ ജയിലിൽ പോകേണ്ടി വരും അല്ലേ? ഓക്കെ. അനുസരണയില്ലാത്ത മക്കളെ പറ്റി അയാൻ എന്താ പറയാനുള്ളത്? പൊട്ടക്കുട്ടികളാണ്, പിന്നെ അവരെ ചീത്ത അറിയണം. അവരെ ചീത്ത പറഞ്ഞാൽ മതിയോ? ചീത്ത പറഞ്ഞാൽ മതിയോ? നിങ്ങൾക്ക് ഇപ്പൊ എത്ര വയസ്സായി? ഇങ്ങനെ കാണിക്ക്, കൈ കൊണ്ട് കാണിച്ചോ? ആ വയസ്സിന്റെ ഡബിൾ വയസ്സ് അതിന്റെ ഡബിൾ. അപ്പൊ എത്രയായി? 3 ഇൻറ്റു 3 ആക്ക്. നിങ്ങളുടെ ഇപ്പൊ ഉള്ള വയസ്സിന്റെ ഇൻറ്റു 3. ഇപ്പൊ എത്ര വയസ്സാ കിട്ടിയത് ആയിഷ സന? നിങ്ങൾ ഏത് സ്കൂളിലാ പോണത് മക്കളെ? എന്റെ വയസ്സ് എത്രയാ? 12. 12ന്റെ 3 12 എത്രയാ? പഠിച്ചോനെ, ആരാ മാത്സ് പഠിപ്പിക്കുന്നേ? സൽമാനെ എത്ര വയസ്സ്? 33. 33. ഷയാൻ എത്ര വയസ്സ്? 33. 33. എല്ലാവർക്കും 33 കിട്ടുന്നത് അല്ലേ? മാഷാ അല്ലാ. 33 ശരിക്ക് ഒരു ലൈഫ് ആണെങ്കിൽ ഒരു ഹദീസിൽ വന്ന് സ്വർഗത്തിലെ പ്രായം എന്നൊക്കെ പറയലുണ്ട്. ഒരു ഐഡിയൽ ഏജാ. നിങ്ങളുടെ 3 ഇരട്ടി പ്രായത്തിലാണ് നിങ്ങളെന്ന് വിചാരിച്ചോ? എന്നാ നേരെ ഇരിക്ക്. നേരെ ഇരിക്ക്. നിങ്ങൾ വലിയ പ്രായമുള്ളവരായി. ബോയ്സ് ആണ്, താടിയൊക്കെ ഉണ്ട്, മീശയൊക്കെ ഉണ്ട്, നിങ്ങൾ വലിയ ആൾക്കാരായി എന്ന് വിചാരിച്ചു. നേരെ ഇരിക്കടാ സാലിഫെ. ഏജ് കൂടി, 10-30 വയസ്സാണ് ഇപ്പോൾ. ഓക്കെ. അപ്പോൾ കുറച്ച് സ്മാർട്ടായിട്ട് ഇരിക്കുക. ലേഡീസ് ആണെങ്കിൽ പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് 2-3 മക്കളൊക്കെ ആയിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണ് വിചാരിച്ചോ? അപ്പോൾ വിചാരിച്ചോ? സപ്പോസ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കും. ഇങ്ങനെയുള്ള നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ? പറഞ്ഞു കൊടുക്ക്, പറഞ്ഞേ. മീശ വെച്ചു. നിഷാന, ഇപ്പൊ നീ എന്റെ മക്കൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ട്? എന്റെ മക്കൾക്ക് ഞാൻ PS5 ഒക്കെ മേടിച്ചു കൊടുത്തു. ഓനക്ക് കിട്ടാത്തത് നീ അങ്ങോട്ട് പറയണ്ട കേട്ടോ. ഓന് കിട്ടാത്തൊരു സംഭവത്തെ മക്കൾക്ക് വേണ്ടി അത് നീ ആ വലുപ്പമാകുമ്പോ നീ വാങ്ങിക്കൊടുക്കൂല കേട്ടാ. നീ പറഞ്ഞ ഒന്നും അനുസരിക്കാത്ത, സ്കൂളിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഫീസ് കൊടുത്ത് സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ട് അവിടെ പോയിട്ട് വട്ടം കറങ്ങി കളിച്ച് ഇങ്ങോട്ട് തല്ലുണ്ടാക്കി പോരുന്ന മക്കൾക്ക് നീ സാധനം വാങ്ങിക്കൊടുക്കടാ ഇഷാനെ. അത് കുഴപ്പമില്ല. അതൊക്കെ ന്യായീകരിക്കാന്നല്ല, അതൊന്നും റിയാലിറ്റി അല്ല. അയാന് അനുസരണ പഠിപ്പിക്കും. അനുസരണ പഠിപ്പിക്കും അല്ലേ? എടാ ഇവിടെ വാടാ, ഇവിടെ നിക്കടാ, അങ്ങോട്ട് ചാടടാ, ഇങ്ങോട്ട് വരച്ച വരയിൽ നിങ്ങൾ നിർത്തും നിങ്ങളുടെ മക്കളെ അല്ലേ? ആയിഷ സന എന്താ ചെയ്യാ? വീട്ടിൽ നിന്ന് പുറത്താക്കും. എന്തിന്? അനുസരണ അനുസരണ ഇല്ലെങ്കിൽ. റൈറ്റ്. അനുസരണ ഇല്ലെങ്കിൽ അപ്പോ നിങ്ങളുടെ മക്കളെ നിങ്ങൾ അനുസരിച്ചിട്ടില്ലെങ്കിൽ, അതായത് നിങ്ങളെ അനുസരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം വരും. ശരിയല്ലേ? നിങ്ങളുടെ മക്കള് നിങ്ങൾ പറഞ്ഞിട്ട് അനുസരിക്കണില്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര മക്കൾ വേണം? 10 മക്കൾ വേണ്ടവർ ഇങ്ങനെ ആൾക്ക് ഇപ്പോഴല്ല കേട്ടോ, ഫ്യൂച്ചർ 10 വലിയായിട്ട് 10 കുട്ടികൾ വേണ്ടവർ ഇങ്ങനെ കാണിക്കും. 10 പേര്, നമുക്ക് 10 മക്കളെ വേണം. 10 ആള് ഭയങ്കര ശക്തിയായിരിക്കും. ഒരു കള്ളനൊക്കെ വീട്ടിൽ കയറിയാൽ 10 മക്കളുണ്ടാവും. എടാ എല്ലാരും വരികടാ അടിച്ച് കൊല്ലവനെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ് അല്ലേ? 10 മക്കള്, 5 പെണ്ണും 5 ആണും. 8 വേണ്ടവർ 8 കാണിക്ക്. ഓക്കെ. 7, 7, 6, 5, 4, 4 മക്കള്, 3, 2, 1. റൈറ്റ്. അപ്പോ ഇത്രയും മക്കളൊക്കെ നിങ്ങൾക്ക് വേണം അല്ലേ? അപ്പൊ ഈ 10 പറഞ്ഞ ആരൊക്കെയാ? 10 പറഞ്ഞത് 10 ഒന്നുകൂടി കാണിച്ചത് നോക്കട്ടെ സൽമാന്. പിന്നെ പെൺകുട്ടികൾക്ക് എത്രയാ വേണ്ടത്? പെൺകുട്ടികളൊക്കെ നിങ്ങളെ വേണ്ട മക്കളൊന്ന് കാണിച്ചേ, വെറുതെ ചുമ്മാ രസത്തിന്. 3-4 തന്നെ ഉള്ളൂ അല്ലേ? 5 ആരും വരുന്നില്ലല്ലോ. 5 വരുന്നേ. സേറ 5?
5 സേറ പറ യെസ് 5 ആവുമ്പോ സേറ എന്തൊക്കെ പണിയുണ്ട് അറിയോ? 2 വർഷം വയറ്റി കൊണ്ടെടുക്കണം. നമ്മളിപ്പോ ഒരു കുറച്ച് ഫുഡ് കഴിച്ചാൽ തന്നെ പിന്നെ നമ്മുടെ പിന്നെ വയറ് നിറഞ്ഞു പോകും അല്ലെ? 2 വർഷം വയറ്റിന്റെ ഉള്ളില്. ഓക്കെ. പിന്നെ 2 വർഷം പുറത്ത് പാല് കൊടുക്കണം. ഒരു കുട്ടിക്ക് 4 വർഷം. 5 കുട്ടിക്ക് 5 4 20 ഇയേഴ്സ് സേറ കഷ്ടപ്പെടണം. സേറന്റെ ഹസ്ബൻഡിന്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. മുപ്പര് ഇങ്ങനെയായാലും ഇങ്ങനെ നടന്നോളൂ. ഓക്കെ അല്ലേ സേറ? ഓക്കെ അല്ലേ? 5 വർഷം അല്ലേ? പാരൻസ് എടുത്ത റിസ്ക് എന്താന്ന് നമുക്കിപ്പോ മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ഇത്രയും പിന്നെ റിസ്ക് എടുത്തിട്ട് പാരൻസ് നമ്മളെ വളർത്തുമ്പോൾ ആ പാരൻസിനെ അനുസരിക്കാത്ത മക്കൾ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ ഏറ്റവും ഏറ്റവും തെറ്റ് ചെയ്യുന്ന മക്കളാണ്. അള്ളാന്റെ കൽപ്പനയാണ് ഖുറാനിൽ നമ്മൾ പാരൻസിനെ അനുസരിക്കണം എന്നുള്ളത്. പറഞ്ഞാൽ കേൾക്കുക എന്നുള്ളതല്ല. പറഞ്ഞാൽ കേൾക്കുന്നവരാണോ നിങ്ങൾ? പാരൻസ് പറഞ്ഞാൽ കേൾക്കുന്നവരൊക്കെ കൈപൊക്ക്. പാരൻസ് പറഞ്ഞാൽ കേൾക്കുന്നവര് എല്ലാവരും കേൾക്കും. കാരണം എല്ലാവർക്കും ചെവി ഉണ്ടല്ലോ. ചെവി ഉള്ളത് കൊണ്ട് എല്ലാവരും കേൾക്കുമല്ലോ. അതല്ല പറയണത്. അനുസരിക്കുന്നവരാണ്. പാരൻസ് പറഞ്ഞത് അനുസരിക്കുക. നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിലും ഇഷ്ടമില്ലാത്തതാണെങ്കിലും. ഓക്കെ. ഇത് ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പ് തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം ഓർമ്മപ്പെടുത്തി പാരൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം നമുക്ക് കണ്ടിന്യൂ ചെയ്ത് നാളെ പറയാം. ഖുർആൻ ഇറങ്ങിയത്, ഖുർആൻ എന്താണ്? ഖുർആൻ അള്ളാന്റെ കലാമാണ്. ഖുർആൻ എന്തിനാണ്? മനുഷ്യർക്ക് വഴി കാണിക്കാനാണ്. ഇത് രണ്ടും നമ്മൾ പറഞ്ഞു തുടക്കത്തിൽ. പിന്നെ നമ്മൾ പാരൻസിന്റെ കാര്യം പറഞ്ഞു. പാരൻസ് നമ്മളെ വിട്ട് ഒരു വർഷം നമ്മളെ വീടൊക്കെ വിട്ട് യാത്രയാവുകയാണെങ്കിൽ ആ ഒരു കൊല്ലം നമ്മൾ എത്രത്തോളം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ പാരൻസിനെ അനുസരിക്കാതെ നമ്മൾ ജീവിച്ചാൽ ആ പാരൻസിന് നമ്മളോട് ഇഷ്ടം ഉണ്ടാവില്ല. ഇത്രയും കാര്യമാണ് പറഞ്ഞത്. ഇതേ കാര്യം അള്ളാഹുവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അള്ളാഹിനെ കണ്ടവരൊക്കെ കൈപൊക്ക്. നിഷാൻ എവിടുന്നാടാ അള്ളാഹിനെ കണ്ടത്? ആരെവിടെ അള്ളാഹിനെ കണ്ടുള്ളത്? അള്ളാഹിനെ എവിടുന്നാടാ കണ്ടത്? എന്തിനാ കൈവെക്കുന്നത്? സൽമാൻ എവിടുന്ന അള്ളാഹിനെ കണ്ടത്? നമ്മള് ജനിക്കുന്നതിന് മുമ്പ് എല്ലാവരും കാണും. എല്ലാവരും കാണാനോ? നമ്മുടെ ഓർമ്മയിലില്ലല്ലോ. അള്ളാഹിനെ അള്ളാഹിനെ കാണാൻ പോവുകയാണ് നമ്മൾ ഇൻഷാല്ലാ. അള്ളാഹിനെ കാണുന്ന ഒരു സെഷൻ നടക്കുന്നുണ്ട് യൗമുൽ ഖിയാമ. അപ്പോൾ ഈ അള്ളാഹിനെ കണ്ട് അള്ളാഹുവിനോട് പിന്നെ സംസാരിക്കേണ്ട ഒരു അവസ്ഥ, അള്ളാഹുവിനെ കാണേണ്ട ഒരു അവസ്ഥ വരും. ഓക്കെ. ബട്ട് അള്ളാഹു നമുക്ക് എന്തൊക്കെ തന്നു? എല്ലാം തന്നു. കണ്ണു തന്നു. വലിസാനം വശഫത്തൈൻ വഹദൈനാഹുൻ നജ്ദൈൻ ഒക്കെ അള്ളാഹ് തന്നു. ലിസാന് തന്നു, നാവ് തന്നു, കണ്ണ് തന്നു, ചെവി തന്നു, കേൾക്കാൻ പറ്റുന്ന, സംസാരിക്കാൻ പറ്റുന്ന വീട് തന്നു, ഭക്ഷണം തന്നു. ഗസ എന്ന് കേട്ടവരൊക്കെ കൈപൊക്ക്. ഫലസ്തീൻ എന്ന് കേട്ടവരൊക്കെ കൈപൊക്ക്. അവിടെ എന്താ സംഭവിക്കണമെന്ന് അറിയുന്നവർ കൈപൊക്ക്. മാഷാ അല്ലാഹ്, ഇതൊരു വലിയൊരു സംഗതി കേട്ടോ. ചെറിയ കുട്ടിക്ക് വരെ കാര്യങ്ങളൊക്കെ അറിയാം അല്ലെ? ഫലസ്തീനിൽ ആളുകൾ കൊന്നുകൊണ്ടേ ഇതും ഈ കാലത്ത് ഇത്രയൊക്കെ ടെക്നോളജി ഒക്കെ വളർന്ന് AI കാലഘട്ടത്തിൽ മനുഷ്യന്മാരെ കൊല്ലുന്ന ലോകമാണ് അല്ലെ? കുട്ടികൾ അവിടെ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. രാത്രി ഉറങ്ങുന്ന ഒരു കുട്ടിക്കോ ഒരു ഉപ്പക്കോ ഉമ്മക്കോ അറിയില്ല നാളെ രാവിലെ ജീവിക്കുമെന്ന് അറിയില്ല. എല്ലാ ദിവസവും മരണം നടക്കുന്ന നാട് അല്ലെ ഫലസ്തീൻ അല്ലെ? എത്രയോ 10-15ഓളം പുണ്യ പ്രവാചകന്മാരുടെ പാദസ്പർശനമേറ്റ പുണ്യമുള്ള ഒരു നാട്ടിലെത്താൻ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അറിയാം. അതൊക്കെയാണോ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്നത്? നമുക്ക് സൊസൈറ്റി ഉറങ്ങാൻ പറ്റണില്ലേ? നിങ്ങൾക്ക് പേടിയുണ്ടോ നാളെ ആരെയും വന്ന് കൊല്ലുന്ന്? അല്ലെ? അമ്നില്ലേ? ഇവിടെ നിർഭയത്തല്ലേ? സന്തോഷത്തോടെ നമ്മൾ ജീവിക്കണില്ലേ? പറഞ്ഞേ അൽഹംദുലില്ലാന്ന്. ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടോ? തിന്നാൻ കിട്ടാത്തതുണ്ടോ? വിഷമമുണ്ടോ? ഇല്ല. പറഞ്ഞേ അൽഹംദുലില്ലാന്ന്. കാണാൻ പറ്റില്ലേ? കണ്ണില്ലാത്ത അവസ്ഥ ഉണ്ടോ? കാണുന്നില്ലേ? കാണുന്നുണ്ടോ? അൽഹംദുലില്ല പറഞ്ഞേ. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? പറ അൽഹംദുലില്ലാന്ന്. അല്ലേ? നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ലേ? അൽഹംദുലില്ലാന്ന് പറഞ്ഞ്. നിങ്ങൾ പേഷ്യൻസിന് കണ്ടില്ലേ? ആശുപത്രിയിൽ കിടക്കുന്ന ആളുകൾ, കിടപ്പിലായ രോഗികൾ, എണീറ്റ് ടോയ്ലറ്റ് പോകാൻ പോലും പറ്റാത്തവർ. പറഞ്ഞേ അൽഹംദുലില്ല. ഭക്ഷണം, വീട്, ഉപ്പല്ലാത്തവർ ഇതിലുണ്ടോ? ഉമ്മല്ലാത്തവരുണ്ടോ? ഉമ്മ ഇപ്പയുണ്ട്. പറഞ്ഞേ അൽഹംദുലില്ല. അള്ളാഹുവിന്റെ വലിയ നിഅമത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. അതുകൊണ്ട് അൽഹംദുലില്ല എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പേരൻസിനെ പറഞ്ഞാൽ അനുസരിക്കുക. അത് അള്ളാഹുവോടുള്ള നമ്മുടെ വഅദയാണ്, വാഗ്ദാനമാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒന്ന് ഇങ്ങനെ കൈവച്ചേ ദുആ ചെയ്യാൻ വേണ്ടിയാ. അള്ളാഹുവെ ഞങ്ങളെ എല്ലാവരെയും നല്ല മനുഷ്യരാക്കണേ അല്ലാ. ആമീൻ പറഞ്ഞേ. അള്ളാഹുവെ ഞങ്ങളെ എല്ലാവരെയും നല്ല മനുഷ്യരാക്കണേ അല്ലാ. പാരൻസിനെ, മാതാപിതാക്കളെ ഒബേ ചെയ്യുന്ന, അനുസരിക്കുന്ന മക്കളാക്കണേ അല്ലാ.
അള്ളാഹുവെ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ചെറുതും വലുതുമായ തെറ്റുകൾ പുറത്തു തരണേ അല്ലാ. ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് ചെയ്യണേ അല്ലാ. അള്ളാഹുവെ നല്ല മക്കളായി വളർത്തണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ദുആ ചെയ്യുമ്പോൾ എൻ്റെ നല്ല ഭക്ഷണം കഴിച്ച് നല്ല വീട്ടിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുമ്പോൾ ഇതൊന്നും കിട്ടാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് ലോകത്തുണ്ട് അള്ളാഹുവെ. പ്രത്യേകിച്ച് ഫലസ്തീൻ്റെ വിഷയത്തിൽ അള്ളാഹു അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് നിർഭയത്വം നൽകണേ അല്ലാ. അവർക്കൊക്കെ ഭക്ഷണം നൽകണേ അല്ലാ. അവർക്കൊക്കെ നിഅമത്ത് നൽകണേ അല്ലാ. അവർക്ക് അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർ ഷഹീദുകൾ, രക്തസാക്ഷികൾ അല്ലേ, അള്ളാഹുവെ അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സഗീറ. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم أعني على ذكرك، اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله وبركاته. സലാം അടിക്കവർക്കൊക്കെ ലീവ് ചെയ്യാട്ടോ. അസ്സലാമലൈക്കും അസ്സലാം. വലൈക്കും അസ്സലാം ഉസ്താദ്. വലൈക്കും അസ്സലാം. വലൈക്കും അസ്സലാം. വലൈക്കും അസ്സലാം.